നമ്മുടെ മുമ്പിലെ ലോകത്തിൻ്റെ മലീമസമായ സാഹചര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്ന സമയത്ത് അതിനെന്താണ് പരിഹാരം എന്ന ഒരു ചോദ്യമുണ്ട്. തീർച്ചയായും അതുതന്നെയാണ്. പുറത്തെ ലോകത്തെ മാറ്റുന്നതിന് മുമ്പ് ഉള്ളിലെ മനുഷ്യനെ ശുദ്ധീകരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം. പുറം ലോകം മോശമായി എന്നതല്ല, മറിച്ച് മനുഷ്യൻ്റെ മനസ്സിലേക്ക് നന്മയും തിന്മയും വളരെ എളുപ്പത്തിൽ പാഞ്ഞു വരുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നന്മയെയും തിന്മയെയും തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യന് നൽകിയിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇന്ന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നന്മയും തിന്മയും വളരെ വേഗം കയറി വരും. ഉപ്പ വരെ കാരണക്കാരനാകുന്നു, ഉമ്മ കാരണക്കാരനായി ആകുന്നു എന്നൊക്കെ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് പുറം ലോകത്തെ കുറ്റപ്പെടുത്താതെ നമ്മുടെ ഉള്ളിലെ പ്രതിരോധ ശേഷിയെ വളർത്തിയെടുക്കുക എന്നതാണ് വിഷയം. അവിടേക്ക് വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. എന്നിലുള്ള പ്രശ്നത്തെ പരിഹരിക്കാൻ എനിക്ക് അല്പം കൂടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് പ്രധാനം. എന്താണ് മലീമസമായ ലോകമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, 2-3 കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കും. ഒന്നാമതായി നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ് ലഹരിയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന കൗമാര, ബാല്യ, യൗവന, വാർദ്ധക്യത്തിലെവിടെയും ഉള്ള മനുഷ്യരും. ലഹരിയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന മനുഷ്യരും. ഒരു വിരോധാഭാസമുണ്ട്, ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് ഇവിടെ. ലഹരി ഉപയോഗിക്കുന്നത് സ്വാതന്ത്ര്യം അനുഭവിക്കാനാണ്, പക്ഷേ അതിൻ്റെ പേരിൽ ലഹരി ഉപയോഗിച്ച് സ്വസ്ഥതയും സ്വാതന്ത്ര്യവും കവർന്നെടുക്കപ്പെടുകയാണ് അവസാനം. എന്തെല്ലാം അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആദ്യത്തിൽ എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടം. നമ്മൾ പറയാറുണ്ടല്ലോ, എൻ്റെ ലൈഫ് എൻ്റെ ഇഷ്ടമാണല്ലോ, മൈ ചോയ്സ് എന്ന് പറയണില്ലേ. ആ ഒരു ഇഷ്ടമാണ് അവസാനം എന്നെ ആർക്കും ഇഷ്ടമില്ലാത്ത, എനിക്ക് എൻ്റെ കാര്യം മാത്രം എന്ന ചിന്തയിലേക്ക്, എന്നിട്ട് പലതും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഓരോ കുട്ടികൾ. വിദ്യാഭ്യാസം, സാമ്പത്തിക സുരക്ഷ, ആത്മാഭിമാനം, ഏറ്റവും പ്രധാനമായി മനുഷ്യൻ്റെ ആത്മനിയന്ത്രണം, ഇതെല്ലാം തകർന്നു പോവുകയാണ്. ഇവിടെ വിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ ഒരു വചനമുണ്ട്, കീപ് ഡിസ്റ്റൻസ് എന്നാണ്. ഖുർആൻ 5 പ്രധാന സ്ഥലങ്ങളിലാണ് ഈ ഒരു പദം ഉപയോഗിച്ചത്. അതിനുപയോഗിച്ച പദം വിന്യസിച്ചത് ഇജ്തനിബു എന്നതാണ്. ഫജ്തനിബൂ എന്നാണ് വിഷയം. നിങ്ങൾ കീപ് ഡിസ്റ്റൻസ്, നിങ്ങൾ ഉപയോഗിക്കരുതെന്നോ ഒന്നുമല്ല, നിങ്ങൾ അതിനോട് വലിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 5ഓളം പല സ്ഥലങ്ങളിൽ ഈ പദം ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ 5ഓളം വിഷയങ്ങൾ, വളരെ മോശമായ വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്നു എങ്കിൽ അതുപോലും പാടില്ല. അതിനെയും ഖൗല സൂറിനെ നിങ്ങൾ കീപ് ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പ്രഥമമായി എണ്ണിയ ഒന്നാണ് ഈ വചനം. നമുക്ക് ആ വചനം കേൾക്കാം. സൂറത്ത് മാഇദയിലെ 90-ാമത്തെ വചനം ആമുഖ ഭാഷണത്തിൽ മൗലവി സൂചിപ്പിച്ചിട്ടുണ്ട് ഉദ്ഘാടന സെഷനിൽ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. സ്വസ്ഥതയും സമാധാനവുമാകുന്ന വിജയപൂർണ്ണ ജീവിതം ഇഹത്തിലും അതിൻ്റെ പരിണിതമായി പരലോകത്ത് ശാശ്വതമായ സമാധാനവും ആവശ്യമാണോ, വിജയം വേണോ, നിങ്ങൾ ഈ റിജ്സു ശൈത്താനിൽപ്പെട്ടിട്ടുള്ള ലഹരിയോട്, പുകവലിയായിരുന്നാലും അതിൽ നിന്ന് ജന്മമെടുത്ത് വളർന്നു പന്തലിക്കുന്ന, അവസാനം സ്വന്തത്തിനും നാടിനും ലോകത്തിനും വലിയ ഭാരമായി ആർക്കും വേണ്ടാതെ വലിച്ചെറിയപ്പെടുന്ന അവസ്ഥ, പരലോകത്ത് നരകജീവിതവും. ഫജ്തനിബൂഹു, നിങ്ങൾ അതിനെ തൊട്ട് തീർച്ചയായും. ലഹരിക്കെതിരായ ഏറ്റവും വലിയ പ്രതിരോധം പോലീസ് സംവിധാനമോ എക്സൈസ് സംവിധാനമോ അല്ലെന്നാണല്ലോ പറഞ്ഞത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആത്മനിയന്ത്രണമാണ്.
ആത്മനിയന്ത്രണം ഉണ്ടാകണം. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ CP സമദിൻ്റെ അവസാന സമയത്തെ അതിനിടയ്ക്ക് അല്പം വൈകാരികമായി അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ചില ഉപ്പമാരുടെ മുഖത്ത് നോക്കി ചോദിച്ചതുപോലെ, പിന്നെ എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന്. സത്യമാണത്. ഈ ലഹരി ഉപയോഗത്തിന് ഒരുപക്ഷെ ഈ നാട്ടിൽ എൻ്റെ മഹല്ലിലെ കൊടും ക്രിമിനലിനെ സൃഷ്ടിച്ചത് ആ മഹല്ലിലെ ആ കുഞ്ഞിൻ്റെ കുടുംബത്തിലെ ഒരു വല്യുപ്പയാണെങ്കിൽ അതിൻ്റെ ഉത്തരം പറയേണ്ടി വരും പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ. ഞാൻ ആത്മനിയന്ത്രണം വരുത്താതെ എൻ്റെ ഉള്ളിലെ തിന്മയെ കഴുകിക്കളയാതെ എല്ലാവർക്കും മാതൃകയായി പോയി, അങ്ങനെ ഒരു കുട്ടി, ഒരു മനുഷ്യൻ ഇങ്ങനെയായി തീർന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോഴും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ പുകവലി ശീലമുള്ളവരുണ്ടെങ്കിൽ, അത് വർജിക്കാൻ, അത് ഒഴിവാക്കാൻ തയ്യാറല്ലെങ്കിൽ വെളിച്ചം പദ്ധതി പരാജയപ്പെടുന്നില്ല. പക്ഷേ ഈ വെളിച്ചം പദ്ധതി അങ്ങനെയുള്ള നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ സാക്ഷി പറയും. അതുകൊണ്ട് ഫജ്തനിബൂഹു, നിങ്ങൾ അതിനെ വെടിയുക എന്നതാണ് ആത്മനിയന്ത്രണം വരുത്തുന്നതിൻ്റെ ആദ്യ ഭാഗം. തീരുമാനശേഷിയെ ദുർബലപ്പെടുത്തും, അല്ലേ? ലഹരി ഉപയോഗം അങ്ങനെയാണ്, തീരുമാനശേഷിയെ ദുർബലപ്പെടുത്തും. അതോടൊപ്പം അവൻ്റെ സ്വപ്നങ്ങളെ തകർത്തു തുടങ്ങും, ബന്ധങ്ങളെ തകർത്തു തുടങ്ങും, വ്യക്തിത്വത്തെ തകർക്കും. അതുകൊണ്ടല്ലേ ഉമ്മയെ മനസ്സിലാകാതിരിക്കുന്നത്, അതുകൊണ്ടല്ലേ അനിയത്തിയിൽ അല്ലെങ്കിൽ സഹോദരിയിൽ മകൻ ജനിക്കുന്നത്. ഇതൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. അവസാനം അവൻ തകർന്നു പോവുക. രണ്ടാമത്തെ മലീമസമായ ചിത്രം എന്താ? നമ്മുടെ ഈ ആനുകാലിക ലോകത്ത്, ഭൂമികയിൽ രണ്ടാമത്തെ ഒരു ചിത്രം ലിബറലിസമാണ്. അതും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. ലിബറൽ എന്ന എല്ലാ മേഖലയിലും ലിബറൽ ചിന്താഗതിയല്ല, ലിബറലിസം എന്ന ആ ഒരു തത്വത്തെയാണ് ഞാൻ എതിരായി പറയുന്നത്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനും എതിർക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ട്. എപ്പോഴും അവിടെയുള്ളത് സ്വാതന്ത്ര്യം എന്നത് മനുഷ്യൻ്റെ മഹത്തായ അവകാശമാണെങ്കിലും ഉത്തരവാദിത്വത്തിൽ നിന്ന് വേർപെട്ട സ്വാതന്ത്ര്യം എപ്പോഴും മനുഷ്യനെ മോചിപ്പിക്കില്ലല്ലോ. ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്വാതന്ത്ര്യം, എൻ്റെ ഇഷ്ടമാണെന്നതുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതോ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നതോ എൻ്റെ ഇഷ്ടമായാൽ, ഒരു വീട്ടിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ്, പക്ഷേ അത് ആ കുടുംബത്തിലെ പലർക്കും അപകടപ്പെടുത്തുന്ന കാര്യമാണെങ്കിലോ ചെയ്യാൻ പറ്റില്ല. അത് സ്വാതന്ത്ര്യമെന്ന് അതിന് പറയാൻ പറ്റില്ല. ഇന്ന് നമ്മൾ 80-ാം സ്വാതന്ത്ര്യം ആഘോഷിച്ച് നിൽക്കുകയാണ്. ഇന്നലെ അവിടെ സ്വാതന്ത്ര്യം എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വീക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അതും ആത്മനിയന്ത്രണം വരുത്താൻ കഴിയുന്നതിലൂടെ നേടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവിടേക്ക് എത്താൻ കഴിയും. ഒരു രാജ്യത്തിന് മാത്രം എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകാൻ കഴിയില്ല. ഒരു രാജ്യത്ത് അഴിമതിയില്ലാതെയായി, ഭരണകൂടം അങ്ങനെയായി എന്നതുകൊണ്ട് മാത്രമൊന്നും സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയാൻ കഴിയില്ല. നമ്മളിൽ നിന്ന് സ്വതന്ത്രരാകണം, നമ്മുടെ ഇച്ഛയിൽ നിന്ന് സ്വതന്ത്രരാകണം. അങ്ങനെ ആത്മനിയന്ത്രണം വരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ്. എനിക്ക് തോന്നുന്നതെല്ലാം ചെയ്യുക എന്നതല്ല, എൻ്റെ നഫ്സിൻ്റെ അടിമയാകാതെ, എൻ്റെ നഫ്സിൻ്റെ അടിമയായി ഞാൻ മാറാതെ അള്ളാഹുവിൻ്റെ അടിമയായി മാറുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥയാണ്. വിശുദ്ധ ഖുർആൻ അത് വളരെ മനോഹരമായി സൂചിപ്പിക്കുന്നുണ്ട്. അറഅയ്തല്ലദീ മനിത്തഖദ ഇലാഹഹു ഹവാ അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു അഫഅൻത തകൂനു അലൈഹി വകീലാ. തൻ്റെ ഇലാഹിനെ തന്നിഷ്ടത്തെയായി മാറ്റിയവനെ നീ കണ്ടുവോ? അവൻ്റെ കാര്യത്തിൽ നീ ചുമതലപ്പെട്ടിട്ടില്ല എന്ന്. എനിക്ക് തോന്നിയതുപോലെ ആകരുത് എന്ന് ചുരുക്കം. മൂന്നാമത്തെ നമ്മുടെ മലീമസമായ ഭൂമിക എന്നത് സോഷ്യൽ മീഡിയയും കാണപ്പെടാനുള്ള ജീവിതവും എന്നതാണ്. സോഷ്യൽ മീഡിയയും കാണപ്പെടാനുള്ള ജീവിതവും വളരെ പ്രധാനമായ ഒരു ചിന്ത. മുമ്പൊക്കെ മനുഷ്യൻ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി ഫോട്ടോ എടുത്തു, ചിത്രമെടുത്തു. മുമ്പൊക്കെ മനുഷ്യൻ, അല്ലേ, ഇന്ന് ജീവിക്കാൻ വേണ്ടി, അല്ലേ, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ജീവിക്കുക. നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ജീവിക്കാം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ വിവാഹ രംഗത്തൊക്കെ കാണാൻ പറ്റും. സമയം ദൈർഘ്യമാകും, വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. നിക്കാഹ് സന്ദർഭങ്ങളിലൊക്കെ കാണാൻ പറ്റുന്ന ചില സംഗതികളുണ്ട്. ചിരി റീടേക്ക് ചെയ്യുക, അല്ലേ? ഇപ്പോൾ ചിരി റീടേക്ക് ചെയ്യാൻ പറ്റുമോ? എന്തൊരു വിരോധാഭാസ! അമ്മ മകളെ കെട്ടിച്ചു വിടുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞയക്കുമ്പോൾ ഉമ്മയുടെ ഉള്ളിലുണ്ടായ ഒരു സങ്കടം കൊണ്ട് കണ്ണുനീർ പൊഴിച്ചു. ഒന്നും കൂടെ അത് റീടേക്ക് ചെയ്യാൻ പറഞ്ഞാലോ? ഫോട്ടോഗ്രാഫർക്ക് വേണ്ടി പുതിയാപ്പിളയെ, അതല്ലെങ്കിൽ തൻ്റെ മരുമകനെ ഹഗ് ചെയ്യാൻ 2-3 പ്രാവശ്യം ഒന്നും കൂടെ ഹഗ് ചെയ്യണം എന്ന്.
അതെങ്ങനെയാണ് യാഥാർത്ഥ്യമാവുക? ജീവിതത്തെ ആർട്ടിഫിഷ്യലായി കൊണ്ടുപോകുന്ന, കാണാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന, പുറത്ത് വലിയ ഒരു വ്യക്തിത്വവും അകത്ത് ശൂന്യതയും. അവിടെ നിന്ന് മാറ്റം വരുത്തി, ആത്മനിയന്ത്രണം വരുത്തി, അള്ളാഹുവിൻ്റെ അടിമയായി മാറി, ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും കുടുംബതലം മുതൽ എല്ലാവർക്കും മാതൃകയായി, എല്ലാവർക്കും നന്മ നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായി മാറുമ്പോൾ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർക്കാതെ മനസ്സിന് ആശ്വാസം ലഭ്യമല്ല. അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ മാത്രമാണ്, റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിലൂടെ മാത്രമാണ് നമുക്ക് മനസ്സിന് സമാധാനമുണ്ടാവുക എന്നത്. ഡിജിറ്റൽ നോയ്സ്, സ്പിരിച്വൽ സൈലൻസ്, അല്ലേ? ആ ഒരു നമ്മുടെ ഉള്ളിൽ സൈലൻ്റായി, പുറത്തെ ശബ്ദങ്ങളല്ല, നമ്മുടെ ഉള്ളിൽ വളരെ നന്നായി വളർന്നു വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാലാമതൊരു കാര്യം കൂടെ പറയാം. യഥാർത്ഥ പ്രശ്നം പുറത്തുള്ള മലിനീകരണമല്ലെന്നർത്ഥം. നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരു നഗരത്തിൽ വെള്ളം മലിനമാണെന്ന് കണ്ടാൽ നമ്മളതിന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സംവിധാനങ്ങൾ ചെയ്യും. നമ്മുടെ വാക്കുകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ചിട്ടപ്പെടുത്തണം. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ ചിന്തകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ നമ്മൾ ചിട്ടപ്പെടുത്തണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ശംസ് എന്നൊരധ്യായമുണ്ട്. പ്രഭ നൽകുന്ന, പ്രകാശം ചൊരിയുന്ന നക്ഷത്രത്തെ, അതല്ലെങ്കിൽ സൂര്യനെ വെച്ച് തുടങ്ങിയിട്ട് അള്ളാഹ് വലിയ ഒരു സത്യം പറയാണ്. അതെല്ലാം ചിന്തിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന മനുഷ്യ, നീ അറിയണം, നിന്നെ സൃഷ്ടിച്ചിട്ട് ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞു, മനസ്സിനെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അള്ളാഹ് പറയാ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. പുറത്തെന്തൊക്കെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, ഭൗതികമായ ഒരു വിഭവവും അല്ല, പുറമോടിയല്ല നിന്നെ നന്നാക്കുന്നത്. മറിച്ച് നിന്റെ അകത്തെ, റസൂല് പറഞ്ഞ അലാ വഹ്യൽ ഖൽബ്, അറിയുക, ആ ചെറിയ മാംസപിണ്ഡമുണ്ടല്ലോ, ആ ഹൃദയത്തെ നന്നാക്കിയവൻ ഏറ്റവും നല്ല മനുഷ്യനായി മാറും എന്ന്. ഹൃദയത്തിൻ്റെ ശുദ്ധി അവസാനിപ്പിക്കാം. ഹൃദയത്തിൻ്റെ ശുദ്ധി, അസൂയയും അഹങ്കാരവും വിദ്വേഷം കപടതയും എല്ലാറ്റിൽ നിന്നും മുക്തമാകാൻ, മോചനം നേടാൻ സാധിക്കണം. ചിന്തയുടെ ശുദ്ധി, എന്തും കാണാം, എന്തും കേൾക്കാം, എന്തും പറയാം എന്ന ചിന്തയിൽ നിന്ന് മാറാൻ കഴിയണം. കാഴ്ചയുടെ ശുദ്ധി, നല്ലത് മാത്രം കാണുന്നതിനു വേണ്ടി മനസ്സിനെ പ്രേരിപ്പിക്കണം. ഹറാമിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കണം. സമ്പാദ്യത്തിൻ്റെ ശുദ്ധി, അല്ലേ? നേരം വെളുക്കും മുമ്പേ മക്കൾക്കന്നം തേടിക്കൊണ്ട് നെട്ടോട്ടമോടും രക്ഷിതാവേ, നിന്റെ നേടുന്ന ഭക്ഷണത്തിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ ചിന്തിച്ചു നോക്കണം പിതാവേ. ബാപ്പാനോട് അങ്ങനെ മകൾക്ക് പറയാമായിരുന്നു. ഇന്ന് തിരിച്ചു ഒന്നും പറയുന്നില്ല. ഹറാമാണോ ഹലാലാണോ എൻ്റെ സമ്പാദ്യമെന്ന് നോക്കണം എന്ന്. അങ്ങനെ സമ്പത്തിൻ്റെ ശുദ്ധീകരണം, ബന്ധങ്ങളുടെ ശുദ്ധി, മാതാപിതാക്കൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ, ജീവിത പങ്കാളികൾ, എല്ലാവരോടും ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ജീവിക്കുവാൻ സാധിക്കണം എന്ന് പ്രതിജ്ഞ ചെയ്യുക. ശരീരത്തെ ലഹരിക്ക് വിട്ടുകൊടുക്കില്ല. എൻ്റെ കണ്ണുകളെയും മനസ്സിനെയും അശ്ലീലതക്കും മോശമായ കാര്യങ്ങൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ സ്വാതന്ത്ര്യത്തെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിപ്പോകുന്നതായി ഞാൻ അനുവദിക്കുകയില്ല. സോഷ്യൽ മീഡിയ എന്നെ നിയന്ത്രിക്കില്ല, ഞാൻ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കും. ദിവസവും എൻ്റെ ഹൃദയത്തെ ഞാൻ പരിശോധിക്കും, എന്നിട്ട് ശുദ്ധീകരിക്കും. അള്ളാഹു എന്നെയും നിങ്ങളെയും അവൻ്റെ ഇഷ്ടദാസരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമുഖമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ വചനമുണ്ട്. ദിവസേന 17 തവണ ആവർത്തിച്ച് സംഘമായി നിന്നൊരു ഇമാമിൻ്റെ നേതൃത്വത്തിൽ ഉച്ചത്തിൽ കേട്ടിട്ട് ഉച്ചത്തിൽ എല്ലാവരും പറയുന്ന ആമീൻ എന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഏതാണ് പ്രാർത്ഥന? റബ്ബേ, എന്നെയും എൻ്റെ ഇണയെയും എൻ്റെ തുണയെയും എൻ്റെ മക്കളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും ഈ മഹലിലെ മുഴുവൻ മനുഷ്യരെയും റബ്ബേ. എവിടുന്നാ തുടങ്ങുന്നത്? പരമകാരുണികനായ റബ്ബിൻ്റെ നാമങ്ങൾ 4-5 എണ്ണി അടിവരയിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നിന്നോടേ ചോദിക്കാനുള്ളൂ, സഹായമർത്ഥിക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ സഹായാർത്ഥന ഏതാണെന്നാണ് അവിടെ പ്രകടിപ്പിച്ചത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം
മുസ്തഖീം, ഞങ്ങളെ നേരായ പാതയിൽ നയിക്കണം റബ്ബേ എന്ന്. അതിന് വിശദീകരണവും കൊടുത്തു. നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ്, നിന്റെ കോപത്തിനിരയായ ഒന്നും ചെയ്യുന്നവരുടെ പാതയാകരുത്, നിന്നെ ധിക്കരിക്കുന്നവരുടെ പാതയാകരുത്, പ്രവാചകന്മാരുടെ സാലിഹ്യങ്ങളുടെ സച്ചരിതരുടെ പാതയിലാകണം. അതിന് നാം ആമീൻ പറയുമ്പോൾ ബോധ്യത്തോടെ ആമീൻ പറയണം എന്നവസാനമായി ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സംഘ നമസ്കാരങ്ങളിലെ ബോധ്യത്തോടെ മനസ്സാന്നിധ്യത്തോടുകൂടെയുള്ള ആമീൻ പറച്ചിലുകൾ ശക്തമാകുന്നുവെങ്കിൽ നമ്മുടെ മഹല്ല് ശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ എല്ലാവരുടെയും മനസ്സ് സംശുദ്ധമാകുന്നതിലൂടെ ആത്മനിയന്ത്രണം വരുത്തി, ആത്മശുദ്ധീകരണം വരുത്തി, ഇഹത്തിലും പരത്തിലും വ്യക്തിപരമായും സാമൂഹികമായും സമാധാനം നേടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പഠന പദ്ധതിയിലൂടെ പഠിക്കാനും മുന്നേറാനും സാധിച്ചത് ഇതിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും പരലോകത്ത് ഏറ്റവും ഉന്നതമായ പ്രതിഫലത്തിന് കാരണമായി മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവെ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനായ റബ്ബേ. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്, ഒരുപാട് ആളുകൾ, അവരെയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പറയാം, റഹ്മാനായ റബ്ബേ നിങ്ങളോടൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ടാകും. ഈ സമയം പ്രാർത്ഥിക്കണം, അത്രയും നല്ല സമയമാണ്. വിശുദ്ധ ഖുർആൻ എന്ന ദൈവിക ഗ്രന്ഥത്തിൻ്റെ മുമ്പിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ലോകത്തെ മുഴുവൻ മനുഷ്യരിലും ഇതെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്ന, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയത്ത് നിങ്ങളുടെ മനസ്സിൽ രോഗികളെയൊക്കെ ഓർക്കുക. മാതാപിതാക്കൾ, കുടുംബത്തിലുള്ളവർ, അയൽപ്പക്കം, സുഹൃത്തുക്കൾ. ഒരു കിഡ്നിയേ ഉള്ളൂ എന്ന് വർഷങ്ങളായി ഇന്ന് തിരിച്ചറിയുന്ന ഒരു സുഹൃത്തുണ്ട് നമുക്ക്. അവൻ പറയാണ്, എടാ എനിക്ക് ഒരു കിഡ്നിയേ ഉള്ളൂ, എന്നോ നശിച്ചു പോയിട്ടുണ്ട്, അതിനുശേഷം എനിക്ക് 5 കുട്ടികളുണ്ടായി എന്ന് ഇപ്പോഴാണ് ഞാൻ അറിയണതെന്ന്, അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന്. ഓർത്തു നോക്കൂ നിങ്ങൾ, അത്രയും കാലം ഇനിയും എനിക്ക് അങ്ങനെ മതി, റിമൂവ് ചെയ്യാതെ പോവാണ്, ദുആ ചെയ്യണമെന്ന് പറയാം. എത്ര ആളുകളാണെന്നറിയോ പല നിലക്കും പ്രയാസം അനുഭവിക്കുന്നവർ. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു അവർക്കെല്ലാം അവരുടെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ, അവരുടെ രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മയെല്ലാം മാരകമായ രോഗത്തെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അള്ളാഹുവെ പ്രത്യേകം കാവൽ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.